കെ സുരേന്ദ്രന്റെ പേരിൽ അങ്ങനെ എന്റെ പേരിൽ 376 കേസുണ്ട്. ഞാൻ പറയാം, 376 കേസുണ്ട്. ആ കേസുകളെല്ലാം കട്ടതിനും പിടിച്ചു പറിച്ചതിനൊന്നുമല്ല, സമരം ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേസുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ പറയുന്ന ഒരു കേസ് എന്റെ പേരിൽ ഇന്നേ വരെ ആരും ചാർജ് ചെയ്തിട്ടില്ല. എന്റെ പേരിൽ കാസർഗോഡ് ഒരു കേസുണ്ട്, അത് ജാനുവിന്റെ കേസ്. എന്റെ പേരിൽ മഞ്ചേശ്വരത്ത് ഒരു കേസുണ്ട്, സുന്ദരയുടെ കേസ്. നിങ്ങൾ ചോദിക്കുന്ന കേസ് എന്റെ പേരിൽ ഇല്ല. ഇല്ലാത്ത കേസിന്റെ പേരിൽ എന്നും ഇത് ചോദിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേറെ നാണമൊന്നുമില്ലേ? അല്ലല്ല, ബി ജെ പിയുടെ അങ്ങനെ ഒരു കേസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ എന്തിനാണ് ഈ ചോദിക്കുന്നത്? അങ്ങനെ ഒരു കേസ് എന്റെ പേരിലില്ല. 376 കേസുകളുണ്ട്. ഞാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ കേസുകളുടെ എല്ലാ വിവരങ്ങളും 4 പത്രങ്ങളിൽ, 2 ചാനലുകളിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ. അമേഠിയിൽ സംഭവിച്ചത് വയനാട്ടിൽ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, ഞങ്ങള് ഈ ഏജൻസികളെ ഒന്നും വെച്ചിട്ടല്ല. ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാവുന്നത് ബി ജെ പി കഠിനാധ്വാനം ചെയ്തിട്ടാണ്. കോൺഗ്രസുകാരെ പോലെയോ CPM-കാരെ പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കാണുമ്പോൾ മനസ്സിലാവും. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല. ഞങ്ങള് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MP ഇന്ത്യയിലില്ല. ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോടില്ലാത്ത ഒരു MP ആണ് രാഹുൽ ഗാന്ധി. അഴിമതി ഉണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഭരണഘടനാപരമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ പിന്നെ വന്നോളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, 6000 കോടി BJPക്ക് കിട്ടിയെന്ന് പറയുന്നു. 14,000 കോടി കിട്ടിയവരെ കുറിച്ച് എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? 6000 കോടി BJPക്ക് കിട്ടിയതാണെങ്കിൽ ബാക്കി കിട്ടിയ 14,000 കോടി അഴിമതിയാണെന്ന് പറയേണ്ടി വരില്ലേ? ഇതിലെന്താണ് അഴിമതിയുള്ളത്? ഒരഴിമതിയുമില്ല. മാർട്ടിന്റെ കാശ് വാങ്ങിയിട്ട് തിന്നവരാണ് CPM-മാര്. DMK മാർട്ടിന്റെ കയ്യിൽ നിന്ന്, അതായത് വ്യാജ ലോട്ടറിക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിൽ 10 കോടി രൂപ ഒരു നാണവുമില്ലാതെ വാങ്ങി കയ്യിൽ വെച്ചവരാണ്. എന്നിട്ട് ശങ്കരാടി പറയുന്നത് പോലെ ശുദ്ധമാണെന്ന് പറയുന്നത്. ആ വർത്തമാനമൊന്നും വേണ്ട. വെറുതെയാണ് നിങ്ങൾ എങ്ങനത്തെ ഈ ക്യാപ്സൂളൊക്കെ AKG സെന്ററിൽ നിന്ന് ഇറങ്ങുന്നതാണോ അതല്ല വേറെ എവിടെന്നെങ്കിലും ഇറങ്ങുന്നതാണോ? ഇന്ദിരാബാദ് ഇറങ്ങുന്നതാണോ? ചോദിക്ക്. കോൺഗ്രസിന്റെ ആള് പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ ആളല്ല, അവരോട് ചോദിക്ക് പോയിട്ട്. വധേര കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? വേറെ എന്തെങ്കിലും പറയാം. എങ്ങനെ? ഒന്നാമത്തെ എന്താ അറിയോ, നിങ്ങളെല്ലാം ഇത്രയും ഒരു മഹാനഗരത്തിലെ മാധ്യമപ്രവർത്തകർ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കേന്ദ്ര ഏജൻസിയെ നിയന്ത്രിക്കാൻ നടപടി വരുമോ? കൊടകര കേസിൽ അങ്ങയുടെ എന്താ? ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാനിവിടെ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 കൊല്ലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും. എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ട് ചോദിക്കാൻ വരരുത്. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. രാജ്യത്ത് വിവരാവകാശ നിയമം അടക്കം വന്നിട്ടുള്ള രാജ്യമാണ്. ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യാം. എന്നിട്ട് വെറുതെ ഈ ചോദ്യങ്ങൾ ചോദിക്കും. വേറെന്താ? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDA സഖ്യം മത്സരിക്കുമ്പോൾ അതിലേക്ക് കുറവ് വോട്ട് കിട്ടിയ 1 ലക്ഷത്തിൽ താഴെ വോട്ട് കിട്ടിയ ഭൂരിഭാഗവും BDJSന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെയൊന്നുമല്ല. അത് BDJSനും ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്, BJPക്കും ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കിയിട്ടല്ലോ ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല.
അല്ലല്ല, അപ്രതീക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഏത് ജോലി പറഞ്ഞാലും ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞാൻ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. ആ നിമിഷം ഞാൻ അതിന് സന്നദ്ധനായി. അച്ചടക്കമുള്ള ഏത് പാർട്ടി പ്രവർത്തകരും അങ്ങനെ തന്നെയാണ്. എന്റെ മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും അങ്ങനെയാണ്. ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളിപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നോമിനേഷൻ കൊടുത്ത് ഞാൻ പ്രചാരണത്തിന് ഇറങ്ങല്ലേ. അതിനൊരു ബുദ്ധിമുട്ടും വരില്ല. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. അല്ല, അതൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. ഇന്ന് ഏതോ ഒരു പ്രധാനപ്പെട്ട ചാനല് ഞാൻ അവിടുന്ന് ഇറങ്ങിയെന്നോ പുതിയ ആള് വന്നു എന്നൊക്കെ നിങ്ങളുടെ ചാനൽ തന്നെയാണെന്ന് തോന്നുന്നില്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ലല്ല, ഇത് അങ്ങനെയുള്ള കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ലെന്ന്. എനിക്കിതെല്ലാം പാർട്ടി തീരുമാനങ്ങളാണ്, അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ല. വേറെ വയനാട്ടിൽ BDJSന്റെ സീറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. അവിടെ ഒരു തർക്കമില്ല. BDJSന്റെ സീറ്റ് ഞങ്ങൾക്ക് ഇത്തവണ വേണം. രാഹുൽ ഗാന്ധിക്കെതിരെ BJP തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങൾ BDJSനോട് ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. അവരത് ഞങ്ങൾക്ക് തന്നതാണ്. അതിലൊന്നും പിന്നെ തർക്കമേ ഇല്ല. ഇപ്പം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഒരു തർക്കവും ഞങ്ങൾ അതിലില്ല. നാളെ മോദിജിയുടെ ഗ്യാരണ്ടി വയനാടിന് ശരിക്കും അർഹതപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആസ്പിറേഷൻ ജില്ലയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല. രാഹുൽ ഗാന്ധി അവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുന്ന ആളാണ്. എനിക്കെന്തായാലും പെർമനന്റ് വിസയാണ്. ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിലാണ്. അവര് 26 തീയതി കഴിഞ്ഞാൽ പോകും. ഞാനിവിടെ തന്നെ ഉണ്ട്.